Dear students, good morning to all. Myself, Eldos P. Jacob, Assistant Professor of Chemistry, Department of Science and Humanities, FISAD. The main aim of this video is to give some basic ideas about electrochemistry. You learn some basics in your plus 2 syllabus. ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് പ്ലസ് ടുവിൽ നിങ്ങൾ പഠിച്ച ചില ടോപ്പിക്സിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ നടത്തിയിട്ട് നിങ്ങളെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യുക, അതിനെ നിങ്ങൾ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതിനാണ്. ദിസ് ഈസ് ആൻ എഞ്ചിനീയറിംഗ് കോഴ്സ്. സോ ഡ്യൂ ടു ദ ഇന്നബിലിറ്റി ഓഫ് ലോട്ട് ഓഫ് ടൈം അല്ലെങ്കിൽ ലാക്ക് ഓഫ് ടൈം കൊണ്ട് ഞാൻ ബേസിക്സ് കൺസെപ്റ്റ്സ് ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇനി ഇലക്ട്രോകെമിസ്ട്രിയിലെ ബേസിക് കൺസെപ്റ്റുകളിൽ ഒന്ന് എന്ന് പറയുന്നത് സെൽ റെപ്രസെൻറ്റേഷൻ ആണ്. വാട്ട് യു മീൻ ബൈ സെൽ റെപ്രസെൻറ്റേഷൻ? സെൽ റെപ്രസെൻറ്റേഷൻ മീൻസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ല് എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയണം. We know that every cell has two parts. Every cell has two parts. Which are they? One is anode and the second one is cathode. In cell representation, we notate each and every parts. How the anode is set up, how the cathode is set up. You got it? And between that we can see that there is two lines. There are two lines between anode and cathode. What indicate this? Actually, this is salt bridge. In most of the electrochemical cells, we can see that the presence of salt bridge. നമ്മൾ പഠിച്ചിട്ടുണ്ട് what are the functions. The main function is to provide the electrical neutrality and complete the circuit. അപ്പോൾ ഒരു സെല്ലിൻ്റെ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള പാർട്ട് തന്നെയാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. So you have to notate the salt bridge also in the representation of the cell. When you write this cell representation, first thing നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ you have to write the anode representation first. ആദ്യം ആനോഡിന്റെ കാര്യം എഴുതുക. After that you have to write the things of about cathode. When you write the basic ideas about this anode, നിങ്ങൾ നോക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ആനോഡിൽ വരുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ആനോഡിന്റെ ഡേറ്റാസ്. ആൻഡ് ദീസ് ടു തിങ്സ് ഇത് രണ്ടുമാണ് കാഥോഡ് ഡേറ്റാസ്. If you gone through this, we can see that when you discuss the anode things, first of all you have to write the anode electrode. Then we have to represent the ion in the anode. So first of all anode electrode, then ion in the solution. കാഥോഡിന്റെ കേസ് വരുമ്പോൾ തിരിച്ചു വരും, വിച്ച് മീൻസ് ആദ്യം അയോൺ ഇൻ ദ സൊല്യൂഷൻ, ദെൻ എന്ത് ചെയ്യണം, കാഥോഡ് എഴുതണം, കാഥോഡ് ഇലക്ട്രോഡ് എഴുതണം. ഐ എം എക്സ്പ്ലെയിനിങ് ദാറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോദ്യമായിട്ട് ഞാൻ തരികയാണ്. ദിസ് ഈസ് എ ബേസിക് സെൽ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് സെൽ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സെല്ലാണ്. ദിസ് ഈസ് നോൺ ആസ് ഡാനിയേൽ സെൽ. This is created or made by the famous scientist John Daniel. But from this figure it is clear that there are two compartments. Which are the two compartments? Thus zinc is one compartment and copper is the other compartment.
നമ്മൾ ആദ്യം എഴുതേണ്ടതെന്ന് പറയുന്നത് ഫ്രം ദിസ് പ്രീവിയസ് സ്ലൈഡ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റൈറ്റ് ദിസ് ആനോഡ് വിച്ച് ഈസ് ദെൻ റൈറ്റ് ദ ഡേറ്റാസ് അബൌട്ട് കാഥോഡ്. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് യു ഹാവ് ടു റൈറ്റ് ഫൈൻഡ് വിച്ച് ഈസ് ആനോഡ് ആൻഡ് വിച്ച് ഈസ് കാഥോഡ്. ഇതിൽ ഈ ആനോഡും കാഥോഡും മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളതാണ് കാഥോഡ് ആൻഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ളത് എന്ന് പറയുന്നത് ആനോഡായിരിക്കും. അല്ലെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത് ഏതായിരിക്കും? ആനോഡായിരിക്കും. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറവുള്ളത് എന്ന് പറയുന്നത് കാഥോഡായിരിക്കും. ആ ടേമിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത് റിഡക്ഷൻ നടക്കുന്ന എവിടെയാണ്? കാഥോഡിൽ. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത് എവിടെയാണ്? ആനോഡിലാണ്. കാരണം ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ഡേറ്റാസ് ആയിരിക്കും തരുന്നത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ തരും, അല്ലെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. നോർമലി നമുക്ക് എന്ത് തരാറില്ല? ഈ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽസിന്റെ വാല്യൂസ് നോർമലി തരാറില്ല. നോർമലി തരുന്ന വാല്യൂ എന്ന് പറയുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാല്യൂ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണോ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണോ നോക്കാം. ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് നോക്കി. ഇവിടെ E0 ഓഫ് Zn 2 + ബാർ Zn എന്നാണ് നേക്കണം. 2 + Zn ആയിട്ട് മാറും എന്ന് പറയുമ്പോൾ 0 ആയിട്ട് മാറും. ഡിക്രീസ് അല്ലേ? ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റിഡക്ഷൻ. അതുപോലെ തന്നെ ഇവിടുത്തെ കേസ് നോക്കി നിങ്ങൾ. ഇവിടെ എന്ന് പറയുന്നത് കോപ്പറാണ് അല്ലേ? കോപ്പർ 2+ നിന്ന് 2-ൽ നിന്ന് 0 ആയിട്ട് മാറിയേക്കാണ്. അപ്പോൾ എന്താ സംഭവിച്ചേക്കണേ? റിഡക്ഷൻ ആണ്. സോ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് വാല്യൂസും റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ആണ്. ഓക്കെ, അപ്പോൾ വി ക്യാൻ സീ ദാറ്റ് E0 ഓഫ് ഇസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ സിങ്ക് എന്ന് പറയുന്നത് -0.76 ആണ്. ദാറ്റ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് വെറും 0.34 ആണ്. ഇതിലേതാ വലിയ വാല്യൂ? ദിസ് ഈസ് ദ ലാർജ് വാല്യൂ ആൻഡ് ദിസ് ഈസ് ദ സ്മോൾ വാല്യൂ. ലാർജ് വാല്യൂ ആയിരിക്കും എന്ത്? കാഥോഡ്. സ്മോൾ വാല്യൂ ആയിരിക്കും എന്ത്? ആനോഡ്. ബിക്കോസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഞാൻ പറഞ്ഞു, പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതലുള്ളത് കാഥോഡ്, വാല്യൂ കുറവുള്ളത് എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ മൈനസ് വാല്യൂ ഉണ്ട്. ഇത് ഈ മൈനസിനാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ്. Is it clear? From it is clear that this is anode, this is cathode. So we can say that ആദ്യം ഇവിടെ നമ്മൾ പറഞ്ഞു this is anode and this is cathode. ആനോഡിന്റെ കാര്യങ്ങൾ എഴുതുമ്പോൾ ആദ്യം ഇലക്ട്രോഡ് ഏതാണെന്ന് എഴുതണം. Which is the electrode here? This is the electrode is zinc. Which is the electrolyte or the solution? Zn2+. കഴിഞ്ഞു. കാഥോഡ് എഴുതുമ്പോൾ ആദ്യം ഇലക്ട്രോലൈറ്റ് എഴുതണം. ഏതാണ് ഇലക്ട്രോലൈറ്റ്? ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് Cu2+. ഇലക്ട്രോഡ് ഏതാണ്? Cu. കഴിഞ്ഞു. ആൻഡ് യു ഹാവ് ടു റെപ്രസെന്റ് ദ സ്റ്റേറ്റ്സ്. ഇപ്പോൾ സിങ്കിന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സിങ്കിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എസ് ആണ്. ഇതിൻ്റെ എന്ന് പറയുന്നത് അക്വസ് ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. ഇത് അക്വസ് ആണ്, ഇത് സോളിഡ് എന്നും കൂടി റെപ്രസെന്റ് ചെയ്യും. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഹൗ ടു റൈറ്റ് ദ സെൽ റെപ്രസെന്റേഷൻ ആൻഡ് സെൽ റിയാക്ഷൻ ഫ്രം എ ഫിഗർ ഓഫ് കെമിക്കൽ സെൽ എന്ന് പറഞ്ഞത്. സോ ഒരു കാര്യം നമ്മൾ എഴുതി കഴിഞ്ഞു, സെൽ റെപ്രസെന്റേഷൻ എഴുതി. ഇനി നമുക്ക് എങ്ങനെ ഇതിന്റെ സെൽ റിയാക്ഷൻ എഴുതാമെന്ന് അറിയാം. അതിന് ഇത്ര ഡേറ്റാസ് തന്നെ മതി. ഫ്രം ദിസ് ക്ലിയർ ദാറ്റ് ഇവിടെ ഈ സെൽ റെപ്രസെന്റേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ആനോഡ് എന്ന് പറയുന്നത് ഏതാണ്? ആനോഡ് എന്ന് പറയുന്നത് ഇവിടെ സിങ്ക് ആണ്. ദിസ് ഈസ് സിങ്ക് ഈസ് ആനോഡ്. ആനോഡ് നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് സിങ്ക് ആണ്. അപ്പോൾ സിങ്ക് ഒരു സൈഡിൽ എഴുതുക. ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്നത് സിങ്ക് 2+ ആണ്. സിങ്ക് 2+ ഇവിടെ എഴുതി കണ്ടോ? സിങ്ക് ഇവിടെ എഴുതി, സിങ്ക് 2+ ഇപ്പുറത്തെ വശത്ത് എഴുതി. എന്നിട്ട് ചിന്തിക്കുക, സിങ്ക് എങ്ങനെ സിങ്ക് 2+ ആയിട്ട് മാറി? ബൈ പ്രൊവൈഡിങ് 2 ഇലക്ട്രോൺസ്. ദിസ് ഈസ് ആനോഡ് റിയാക്ഷൻ. കാഥോഡ് നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് Cu2+ Cu ആയിട്ട് മാറി അല്ലേ? സോ ഇപ്പുറത്തെ എന്താ എഴുതുക? Cu2+ എഴുതാം. ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ Cu എഴുതാം. Cu2+ അങ്ങനെ Cu ആവും ബൈ അക്സെപ്റ്റിംഗ് 2 ഇലക്ട്രോൺസ്. ഇനി നമ്മൾ എന്തും കൂടി എഴുതുക? ഓവറോൾ സെൽ റിയാക്ഷൻ എഴുതാം. വേറെ ഒന്നും ചെയ്യണ്ട. ലെഫ്റ്റ് സൈഡുകൾ കൂട്ടി എഴുതാം, റൈറ്റ് സൈഡുകൾ കൂട്ടി എഴുതാം. ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? Zn ഉണ്ട്. രണ്ട് റിയാക്ഷൻ കൂടി എഴുതുമ്പോൾ Zn ഉണ്ട്. ഇപ്പുറത്ത് എന്തുണ്ട്? Cu2+ ഉണ്ട്. ഉണ്ടാവും. ഇനി ഇവിടെ എന്തുണ്ട്? ഒരു 2 ഇലക്ട്രോണും കൂടി ബാക്കിയുണ്ട്. ഒരു ഗീവ്സ് ഇട്ടേക്കുക. റൈറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള കാര്യം കൂടി എഴുതുക. ഇവിടെ എന്തൊക്കെയുണ്ട്? Zn2+ ഉണ്ട്. സോ നമുക്ക് ഇവിടെ എഴുതാം Zn2+ പ്ലസ് 2 ഇലക്ട്രോൺ പ്ലസ് Cu. കോമൺ ആയിട്ടുള്ള കാര്യം എന്താണ്? 2 ഇലക്ട്രോണും 2 ഇലക്ട്രോണും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ പറഞ്ഞ സാധനം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഓവറോൾ സെൽ റിയാക്ഷൻ എന്ത് കിട്ടി?
Zn plus Cu2 plus give Zn2 plus Cu. സോ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സോ നമുക്ക് ഫൈനൽ ഉത്തരമായിട്ട് എഴുതാം. റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എഴുതാം? Zn bar Zn2 plus ഡബിൾ ബാർ Cu2 പ്ലസ് ബാർ Cu. ഇവിടെ അക്വസ് ആണ്, ഇത് സോളിഡ് ആണ്, ഇത് അക്വസ് ആണ്, ദിസ് ഈസ് സോളിഡ്. ലെറ്റ് us move to the next question. സെയിം പോലെ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നുണ്ട്. ഫ്രം ദിസ് ക്ലിയർ, നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് വിച്ച് ഈസ് ആനോഡ് വിത്ത് ഈസ് കാഥോഡ്. ഇത് രണ്ടും Mg2 പ്ലസ് 2Mg അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ഏതാണെന്ന് ആദ്യം നോക്കുക. ഇത് +2 ആണ്, ഇത് 0 ആണ്. +2 to 0 എന്ന് പറയുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. +1ൽ നിന്ന് Ag വരുന്നതെന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഈസ് 0. ഇതും റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ആണ്. സോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇത് 0.34, ഇതാണ് വലിയ വാല്യൂ. കാരണം എന്താ? ഇവിടെ പോസിറ്റീവ് ആണ്. സോ ദിസ് ഈസ് കാഥോഡ്, ദിസ് ഈസ് ആനോഡ്. എഴുതുമ്പോൾ സിമ്പിളായിട്ട് എഴുതാം. Mg2 പ്ലസ് ഉണ്ടോ, ഇവിടെ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ Mg ആണ്. സോ അപ്പോൾ ആദ്യം എഴുതുമ്പോൾ Mg എഴുതാം. Mg2 പ്ലസ് അക്യൂസ് ആണെന്ന് എഴുതാം. ഇവിടെ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ട്. എന്താണ്? ദിസ് ഈസ് സോളിഡ്. Mg എന്ന് പറയുന്നത് സോളിഡ് ആണ്. ഡബിൾ ബാർ ഇവിടെ സോൾട്ട് ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. NaNO3 വെച്ചിട്ടുള്ള ഇതാണ്. ഇപ്പുറത്തെന്ന് പറയുമ്പോൾ എന്താണ്? AgNO3 ആണ്. അപ്പോൾ ഇവിടെ Ag പ്ലസ് എഴുതാം, ബാർ Ag. സംഭവം കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഇതിൻ്റെ സെൽ റിയാക്ഷൻ എഴുതുക. സെൽ റിയാക്ഷൻ എഴുതുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുക, ആദ്യം ആനോഡ് റിയാക്ഷൻ എഴുതണം. ആനോഡ് Mg2 പ്ലസ് ആയിട്ട് മാറി. സോ Mg ഇവിടെ എഴുതി, Mg2 പ്ലസ് ഇവിടെ എഴുതി, 2 ഇലക്ട്രോൺസ്. കാഥോഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇവിടെ Ag പ്ലസും Ag ആയിട്ട് മാറി. സോ Ag പ്ലസ് ഇവിടെ എഴുതി, Ag ഇപ്പുറത്ത് എഴുതി, 1 ഇലക്ട്രോൺ ആണ്. ഓവറോൾ സെൽ റിയാക്ഷൻ എഴുതുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡൊണേറ്റഡ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് accepted, which means ഇവിടെ Mg ഓക്സിഡൈസ് ചെയ്തപ്പോൾ 2 ഇലക്ട്രോണെ കൊടുത്തു. ഇവിടെ Ag റെഡ്യൂസ് ചെയ്തപ്പോൾ 1 ഇലക്ട്രോണെ വാങ്ങി. ഷോർട്ടേജ് വന്നില്ലേ? ഇങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡിലുമുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആക്കണം. സോ ദാറ്റ് വി ഹാവ് ടു മൾട്ടിപ്ലൈ ദാറ്റ് ഇക്വേഷൻ ബൈ 2. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? 2Ag പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് 2Ag. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ അല്ലേ. അല്ലെങ്കിൽ ഇവിടെ 1 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ എന്ന് പറയും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഓവറോൾ സെൽ റിയാക്ഷന് വേണ്ടിയിട്ട് ഇത് രണ്ടും നമ്മൾ എഴുതുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ആദ്യം എഴുതുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സിൽ എന്തൊക്കെയുണ്ട്? Mg പ്ലസ് 2Ag പ്ലസ് 2 ഇലക്ട്രോൺസ് ഗീവിങ് Mg2 പ്ലസ് 2 ഇലക്ട്രോൺ പ്ലസ് 2Ag. കോമൺ ആയിട്ടുള്ളത് എന്താണ്? 2Ag, 2 ഇലക്ട്രോണും 2 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്തു. സോ സെൽ റെപ്രസെൻറ്റേഷൻ, സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത് Mg പ്ലസ് 2Ag പ്ലസ് ഗീവ് Mg2 പ്ലസ് 2 ഇലക്ട്രോൺ. ദ പ്രോബ്ലം ഈസ് ഫിനിഷ്ഡ്. സോ അത് ഇനി അടുത്തതെന്ന് പറയുന്നത് എങ്ങനെ നമുക്കൊരു സെൽ റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ, കാഥോഡ് റിയാക്ഷൻ ഒക്കെ എഴുതാമെന്നുള്ളതാണ്. ഇവിടെ നേരത്തെ പോലെ തന്നെ ഇവിടെ Ni ആണ്. Niയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ 0. ഇവിടുത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താ സംഭവിക്കണേ? ഇത് +1 ആണ് അല്ലേ. ഇത് +1 ആണ്. ഇവിടെ എന്ന് പറയുന്നത് +2 ആണ്. ഇവിടെ 0 ആണ്. Niക്ക് എന്താ സംഭവിച്ചാണ്? Ni എന്ന് പറയുന്നത് 0 +2 ആയിട്ട് മാറി. സോ ഓക്സിഡേഷൻ ഇവിടെ എന്താ സംഭവിച്ചാണ്? Ag പ്ലസ് എന്ന് പറയുന്നത് Ag ആയിട്ട് മാറി. അത് റിഡക്ഷൻ അല്ലേ. സോ ഓക്സിഡേഷൻ നടക്കുന്ന Ni. അപ്പോൾ നമ്മൾ Niയുടെ കാര്യം ആദ്യം മെറ്റൽ Ni, അതിൻ്റെ സൊല്യൂഷൻ Ni പ്ലസ് 2 പ്ലസ്, ഇപ്പോഴത്തെ Ag പ്ലസ് Ag. ആനോഡ് റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്. Ni പ്ലസ് Ni ഗീവ്സ് Ni2 പ്ലസ് 2 ഇലക്ട്രോൺ. കാഥോഡ് റിയാക്ഷൻ Ag പ്ലസ് ഇലക്ട്രോൺ ഗീവ്സ് Ag. പക്ഷേ ഇലക്ട്രോണിൻ്റെ എണ്ണം ശരിയാക്കാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? 2Ag പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് Ag. ഓക്കെ. സോ ഫൈനൽ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? Ni പ്ലസ് 2Ag പ്ലസ് 2 ഇലക്ട്രോൺ ഗിവിങ് Ni 2 പ്ലസ് 2 ഇലക്ട്രോൺ പ്ലസ് Ag. 2 ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്തു. So that is it.
Thank you all.